നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ ക്യാപ്റ്റൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ പുള്ളി ഉടനെ ബ്രേക്ക് ഇടും, നടുക്ക് നിർത്തും, ഹെലികോപ്റ്റർ വരും, നമ്മൾ ഉടനെ ഇറങ്ങിപ്പോകും. നാളെ ഒരു ക്യാപ്റ്റൻ അല്ലെ ചീഫ് എഞ്ചിനീയർ ആവുക എന്നുള്ള ഒരു ഐഡിയയെ അവർക്കുള്ളൂ. പക്ഷേ ഇങ്ങനെ വരുന്നവരാണ് നാളെ ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ CEO ആവുക, ഡയറക്ടർ ആവുക. നല്ല ഒത്തിരി ദൂരെയാണ്, നടുക്കളിൽ നിൽക്കുക, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു സീരിയസ് അതായിരിക്കാം ചിലപ്പോൾ ഇതിന് ഒരു എല്ലാവരും പോകാത്ത ഇതായിരിക്കാം. അപ്പോൾ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അതായത് ഇപ്പോൾ അവിടെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നൗപാത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മൈസെൽഫ് ഈസ് എ സെയിലിംഗ് ക്യാപ്റ്റൻ. പിന്നെ നൗപാത്തുമായിട്ട് ചേർന്ന് പോകുന്നവരിൽ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എല്ലാവരും ഷിപ്പിലെ ഓഫീസേഴ്സാണ്. ഈ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല അടുത്ത ഒരു കുറേ നൂറ്റാണ്ടെന്നല്ല കുറേ പതിറ്റാണ്ടുകൾ വരെ ഇത് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് AIക്കോ എന്തിനേലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ സ്റ്റുഡൻസിനും സ്കില്ല് കാണുന്നില്ല. അതെ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല എല്ലാ സ്റ്റുഡൻസിനെ 200 മാക്സിമം കപ്പാസിറ്റിയിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നാളെ എൻ്റെ കൂടെ ബ്രിഡ്ജിൽ നിൽക്കേണ്ട കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസേഴ്സിൻ്റെ കൂട്ടത്തിൽ. ചുരുക്കം പറഞ്ഞാൽ എല്ലാവരും എടുക്കത്തില്ല, ആവശ്യമുള്ളവരെ എടുക്കത്തില്ല. തീർച്ചയായിട്ടും. മർച്ചന്റ് നേവിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് കാണും. എൻട്രൻസ് എങ്ങനെയാണ്, ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും, ജോലി എങ്ങനെയാണ്, പിന്നെ ലേഡീസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എങ്ങനെയാണെന്ന് ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ നമ്മുടെ കൂടെ ഇന്നുള്ളത് ക്യാപ്റ്റൻ റോബിൻ ജോർജ്. വെൽക്കം ക്യാപ്റ്റൻ. ഹായ്, നൈസ് മീറ്റിംഗ്. ഹായ് നൈസ് മീറ്റിംഗ്. ഇപ്പൊ ഈ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് തോന്നും, അതായത് ഇപ്പൊ എന്തെങ്കിലും നല്ല ഒത്തിരി ദൂരെയാണ്, നടുക്കളിൽ നിൽക്കുക, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു സീരിയസ് അതായിരിക്കാം ചിലപ്പോൾ ഇതിന് ഒരു എല്ലാവരും പോകാത്ത ഇതായിരിക്കാം. അപ്പോൾ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അതായത് ഇപ്പോൾ അവിടെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഹെൽത്ത് ഇഷ്യൂസ് അവിടെ അതിന് ഡോക്ടേഴ്സ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? പിന്നെ ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യം വന്നു, ഇപ്പോൾ അതിപ്പോൾ ശരിയായി ഇപ്പോൾ UK വരാൻ സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഇവിടെ ഷിപ്പിലെ കാര്യങ്ങളൊക്കെ? അപ്പോൾ ഈ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മെഡിക്കൽ ഫിറ്റ്നസ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടാണ്, വൈറ്റൽസ് ചെക്ക് ചെയ്തിട്ടാണ് ഷിപ്പിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ അതുവഴി നമുക്ക് സീരിയസ് ആയിട്ട് ആ ഒരു 6 monthsനുള്ളിൽ സംഭവിക്കാൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് കപ്പലിൽ പോവുക. സീരിയസ് ഇഷ്യൂസ് ഉള്ളവരെ എടുക്കില്ല. അപ്പോൾ ഒരു ഫുഡ് പോയ്സൺ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ചോദ്യം. അത് ഫുഡ് പോയ്സൺ വന്നു കഴിഞ്ഞാൽ അതെ, ഫുഡ് പോയ്സൺ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള അത്യാവശ്യത്തിനുള്ള മരുന്നുകളൊക്കെ ഷിപ്പിലുണ്ട്. കാര്യം ഇതെല്ലാം മുന്നിൽ കണ്ട് ഒരു കപ്പൽ ഇത്രയും ആളുകളുമായിട്ട് അടുത്ത പോർട്ട് വരെ ചെല്ലുന്നതിന് വേണ്ടിയുള്ള സകല ബാക്കപ്പും അതിലുണ്ടാവും. എന്നാലേ ഒരു പോർട്ടിൽ നിന്ന് അടുത്ത പോർട്ടിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മെഡിസിൻ ആണെങ്കിലും ഒരു മെഡിസിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. ആ മിനിമം മെഡിസിൻസ് കപ്പലിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള മെഡിസിനും കാര്യങ്ങളും എല്ലാം ഷിപ്പിലുണ്ട്. പിന്നെ അത്യാവശ്യം ക്യാപ്റ്റനാണെങ്കിലും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഓഫീസർക്കാണെങ്കിലും അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് കേസുകെട്ടുകൾ കൈകാര്യം ചെയ്യാനുള്ള സർട്ടിഫിക്കേഷനുണ്ട്, നോളജുണ്ട്. അവരത് എപ്പോഴും പുതുക്കിക്കൊണ്ടായിരിക്കും. അപ്പോൾ ഈ വീട്ടിലേക്ക് എന്തെങ്കിലും അർജൻസി വന്നാൽ നമുക്ക് വീട്ടിലുള്ള അർജൻസി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ്, പനി പിടിച്ചെന്നോ? അല്ലേ, പിന്നെ ആരെങ്കിലും മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആരെങ്കിലും മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിസ്റ്റന്റ് റിലേറ്റീവിൻ്റെ ഒക്കെ കാര്യമാണോ? അല്ല, അതെ, നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ ക്യാപ്റ്റൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ പുള്ളി ഉടനെ ബ്രേക്ക് ഇടും, നടുക്ക് നിർത്തും, ഹെലികോപ്റ്റർ വരും, നമ്മൾ ഉടനെ ഇറങ്ങിപ്പോകും. അല്ല, അങ്ങനെയല്ല വിചാരിച്ചു. അതെ ഇല്ല, അതെ, കറക്റ്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, കപ്പൽ കടലിൻ്റെ നടുക്കല്ലേ, കടലിന് നടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ നടുക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിധിയുടെ വിളയാട്ടം എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കുക, അങ്ങനെയല്ല. സോ നമുക്ക് അതിനുള്ളൊരു മെൻ്റൽ മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ക്യാപ്റ്റനാണെങ്കിൽ ഇട്ടിരിക്കുന്ന ജോലി കളഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ അത്യാഹിതം സംഭവിച്ചു, എനിക്ക് പോകണമെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പം വെളി UK പോകുന്നവരുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻ്റ് ഒക്കെ സംഭവിക്കാം.
അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് അടുത്ത പോർട്ടിൽ ചെല്ലുന്നവരെ കൺവീനിയൻറ്റ് പോർട്ടിലാകുമ്പോഴത്തേക്കിനും കമ്പനി വിൽ ഡെഫിനറ്റ്ലി റിലീവ് യു. അങ്ങനെ അപ്പോൾ അടുത്ത പോർട്ട് വരെ ചെല്ലണം. അപ്പോൾ ഈ കുട്ടികളുടെ ഈ ഇൻ്റർവ്യൂവിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ഈ കാര്യമൊക്കെയാണ് ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒക്കെ നമുക്കുണ്ടായിരിക്കണം. അത്യാവശ്യം. പിന്നെ തീർച്ചയായിട്ടും സീനിയേഴ്സ്, ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സീനിയർ എന്ന് പറയുമ്പോഴത്തേക്കിനും ഹീ ഈസ് എ കൗൺസിലർ ആസ് വെൽ. അപ്പോൾ കുട്ടികൾക്കറിയാം അവർ ഈ ഇനിഷ്യൽ സ്റ്റേജസിലൊക്കെയാണ് അവർക്ക് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പക്ഷേ ദർ ഈസ് എവരി വൺ ടു കൗൺസിൽ യു, ടു ഹെൽപ്പ് യു. കമ്പനി വിൽ ഡെഫിനറ്റ്ലി ടേക്ക് കെയർ ഓഫ്. വീട്ടിലൊക്കെ വിളിച്ച് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അടുത്ത പോർട്ടിൽ നിന്ന് നമുക്ക് വീട്ടിൽ പോകും. ഇത് നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കൽ നമുക്ക് നേരിടേണ്ടി വരുന്നൊരു പ്രശ്നമാണല്ലോ ഇതെല്ലാം. നമ്മുടെ പാരൻസോ റിലേറ്റീവ്സോ അല്ല നമ്മൾ തന്നെയോ സ്ഥിരം അങ്ങ് ചിരഞ്ജീവിയെ പോലെ ജീവിക്കുന്നവരൊന്നും അല്ല. ഇങ്ങനെയുള്ള ഇവൻച്വാലിറ്റിയൊക്കെ ഉണ്ടാവും. കരയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ശരിയല്ലേ? പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, ഒരു സപ്പോർട്ട് സിസ്റ്റം. നാട്ടിൽ സുഹൃത്തുക്കളുണ്ടാവാം, ആ ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കൊരു ജോലിയില്ല, ഒന്നുമില്ല, വീട്ടിലെന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചിട്ട് നമുക്ക് വേണ്ട ചികിത്സ കൊടുക്കാൻ പറ്റാതിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ? വേണ്ട ചികിത്സയും സപ്പോർട്ടും എല്ലാം നമുക്ക് കൊടുക്കാം. നമ്മളടുത്തില്ല, അതെല്ലാം കൊടുക്കാം തീർച്ചയായിട്ടും. പക്ഷേ ഈ ആ ഒരു ഇമോഷണൽ ട്രോമ ഒക്കെ ഉണ്ടാവും. അത് ആർക്കാണെങ്കിലും സംഭവിക്കുക. അത് മർച്ചൻ്റ് നേവിയിൽ നിന്നും ഒരാളെ അകത്തി നിർത്താനും മാത്രം പ്രാപ്തിയുള്ള ഒരു ടെൻഷനുള്ള കാര്യമല്ല. അല്ലെങ്കിൽ അയാൾ വീട്ടിൽ തന്നെ ഇരിക്കണം. വേറെ ഇപ്പോൾ അതായത് നവപത്തിൽ ഇപ്പോൾ ഈ ജെൻസി പിള്ളേരെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ ഈ സ്റ്റുഡൻസിനെ എടുക്കുന്നതിനൊരു ഇതെന്താണ്? അതായത് ഇപ്പോൾ ഒരു 200 പേര് വന്നു, ഈ 200 പേരെ നിങ്ങൾ എടുക്കുവാണോ? അതോ അതിൻ്റെ ഒരു ബേസ് എന്താണ്? എങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ്? അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കയിടത്തും ആരും സ്റ്റുഡൻസിനെ വേണമെന്ന് പറയത്തില്ല, ആരും വേണ്ടെന്ന് പറയില്ല. അല്ലേ, വന്നോട്ടെ പോരട്ടെ അല്ലേ? അതാണല്ലോ എല്ലായിടത്തും. അതെ, എല്ലായിടത്തും അങ്ങനെയാണ്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു മർച്ചൻ്റ് നേവിയിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ DG ഷിപ്പിംഗ് കമ്പനികളൊക്കെ വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മർച്ചൻ്റ് ഷിപ്പിൽ ജോലി ചെയ്യൂ, മർച്ചൻ്റ് ഷിപ്പിൽ ജോയിൻ ചെയ്യൂ, എല്ലാവരും വരൂ, ഈസി മണി, ലോട്ടറി അടിച്ച പോലെയാണ് എല്ലാവരും കടന്നു വരും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ. ഭയങ്കര ചാൻസ് ആണ് എന്നുള്ള രീതിയിലാണ് അതെ മിക്കയിടത്തും ഈ റീലുകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, കൊച്ചി ബേസ് ഒക്കെ ആയിട്ടുള്ള ഒത്തിരി പേരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നവപാത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മൈസെൽഫ് ഈസ് എ സെയിലിംഗ് ക്യാപ്റ്റൻ. പിന്നെ നവപാത്തുമായിട്ട് ചേർന്ന് പോകുന്നവരിൽ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എല്ലാവരും ഷിപ്പിലെ ഓഫീസേഴ്സാണ്. അപ്പം നമ്മളുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടത് എന്താണെന്ന് നമുക്കറിയാം. ഒരു കുട്ടിയെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ഒരു കുട്ടിയുടെ ഇൻ്റർവ്യൂ, ഒരു കമ്പനി ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കിനും എങ്ങനെയുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അവർ നടത്താൻ പോകുന്നത് നമുക്കറിയാം. കാര്യം ഐ ഹാവ് ഡൺ സോ മെനി ഇൻ്റർവ്യൂസ്. ധാരാളം കേഡറ്റുകളെ ഓഫീസർമാരെയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഷോർ ജോബിലായിരുന്നപ്പോഴത്തേക്ക്. അപ്പോൾ ഒരു കുട്ടി ഒരു ഡോറ് കടന്ന് വരുമ്പോൾ തന്നെ എനിക്കറിയാം വെദർ ഹീ ഈസ് ഗോയിങ് ടു. ആ ആറ്റിറ്റ്യൂഡ് നമുക്ക് വി ക്യാൻ സ്മെൽ ഇറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ കൂടെ ഞങ്ങൾ കഴിവതും ഉറപ്പുവരുത്തും. അതായത് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നാളെ ഞാൻ സെയിൽ ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ ബ്രിഡ്ജിൽ വാച്ച് ചെയ്യാൻ വരുന്നൊരു കുട്ടിക്ക് മർച്ചൻ്റ് നേവിയിൽ ജോയിൻ ചെയ്യാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഞാൻ തലയിൽ കൈവെക്കും. ഇവനൊക്കെ എങ്ങനെ കപ്പലിൽ വന്നു എന്ന് വിചാരിക്കുന്ന അവസ്ഥ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അവസ്ഥ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾ ഷിപ്പിൽ വന്നിട്ട് ആദ്യത്തെ ഒരു 3 മാസം 4 മാസത്തിനുള്ളിൽ അവർക്ക് വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് അവർ ഇമോഷണലി സ്റ്റേബിളല്ല, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കൗൺസിലിംഗ് കൂടിയാണ്. പേരൻസുമായിട്ട് കൗൺസിൽ ചെയ്യും, കുട്ടിയായിട്ട് കൗൺസിൽ ചെയ്യും. അതെ, കൗൺസിൽ ചെയ്യും. ഒരു ആപ്റ്റിറ്റ്യൂഡ്, ഒരു ചാൻസ് ഉണ്ട്, കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ചാൻസ് ഒന്ന് ട്രൈ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ പേരൻറ്റിനോട് അത് പറഞ്ഞ് ആ കുട്ടിക്ക് ഒരു അഡ്മിഷനിലേക്ക് പോവുള്ളൂ.
ഇത് ആരെയും പ്രൊജക്റ്റ് ചെയ്യുകയല്ല. ഉദാഹരണത്തിന് അക്കാഡമിക്സിൽ ഹൈലി ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി മിനിങ്ങാന്ന്, അവൻ്റെ അംബീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി വാണ്ടഡ് ടു ബിക്കം എ സയൻറ്റിസ്റ്റ്. അത്രയ്ക്ക് കാലിബറുള്ളൊരു കുട്ടി, ഭയങ്കര കാലിബറുള്ള കുട്ടി, ഇൻ്റലിജൻറ്റ്. ഇവിടെ കടന്നു വന്നിട്ട് ടെസ്റ്റിൽ ഞങ്ങളുടെ എക്സാം ഇട്ടു, പ്രീ ക്വാളിഫയർ എക്സാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഫുൾ മാർക്ക്. പാരൻറ്റുമായിട്ട് സംസാരിച്ചു. അപ്പോൾ പാരൻറ്റ് ചിന്തിച്ചിരിക്കുന്നത് ഈ PSC എക്സാമൊക്കെ എഴുതി ആ ഒരു രീതിയിൽ കുട്ടിയെ അങ്ങോട്ട് വിടാവുന്നതാണ്. പക്ഷേ അത് ആ പയ്യൻ്റെ കാലിബർ വാസ് സോ ഹൈ. അപ്പോൾ എനിക്ക് പറയേണ്ടി വന്നു, ഈ കുട്ടിയുടെ കാലിബർ എത്രയുണ്ട്. മർച്ചൻ്റ് നേവിയിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കരുത്. കാര്യം പുള്ളിയുടെ ആ കുട്ടി ഒരുപക്ഷെ വന്നു കഴിഞ്ഞാൽ മർച്ചൻ്റ് ഷിപ്പിങ്ങിൽ സക്സീഡ് ആവില്ല. കാര്യം അവൻ്റെ അംബീഷനും പാഷനും എല്ലാം എവറിത്തിങ് ടുവേർഡ്സ് ആൻ അക്കാഡമിക് ലൈഫ്. അപ്പോൾ അക്കാഡമിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ആവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മർച്ചൻ്റ് നേവിയിലില്ല. ഒരു ഓൾറൗണ്ട് പെർഫോമൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സ്പോക്കൺ ഇംഗ്ലീഷ്, ഇതൊക്കെ പിന്നെയും പിക്കപ്പ് ചെയ്യാവുന്ന കാര്യം. ഇതെല്ലാം സ്കിൽസാണ്. മിഡിൽ ക്ലാസ് അല്ല, മിഡിൽ ബെഞ്ച് അവർക്ക് മതി. മിഡിൽ ബെഞ്ച്, ലാസ്റ്റ് ബെഞ്ച് ഈസ് ഓൾസോ ഓക്കെ. ഐ വാസ് എ ലാസ്റ്റ് ബെഞ്ച് ഈസ് ഓൾസോ ഓക്കെ. അപ്പോൾ വേറെ എന്താണ് ചോദിച്ചത്? കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറഞ്ഞാൽ ഇത് സ്കില്ലല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണോ വരുന്നത്? അല്ല. സ്കിൽ ഈസ് സംതിങ് യു ക്യാൻ പിക്കപ്പ്. പക്ഷേ കോൺഫിഡൻസ്, ആ കോൺഫിഡൻസ് ലെവലെല്ലാം നമുക്ക് അറിയാൻ പറ്റും. വളരെയധികം ഇൻട്രോവേർട്ടായിട്ട് നമ്മൾ ധരിക്കുന്ന ചില കുട്ടികൾ, വീട്ടുകാരവരെ ലേബൽ ചെയ്യും ഇവൻ ഇൻട്രോവേർട്ടാണ്. പക്ഷേ നമ്മളുടെ ആ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം വാട്ട് ഈസ് ദ റിയൽ പ്രോബ്ലം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ വരെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ സ്കിൽസ് ഇല്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ ജെൻസിയുടെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. അവർ മോശമെന്നല്ല പറഞ്ഞത്. ബിക്കോസ് ദേ ഗോട്ട് AI, അവർക്ക് ഗൂഗിളുണ്ട്, ChatGPT ഉണ്ട്. അവരുടെ ദെയർ സ്കിൽസ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഷിപ്പിൽ പെട്ടെന്നൊരു എമർജൻസിയിൽ നമുക്ക് ChatGPT ഇല്ല, മനസ്സിലായോ? നമ്മൾ വി നീഡ് ടു തിങ്ക്, വി നീഡ് ടു യൂസ് അവർ ഇൻബിൽട്ട് റിസോഴ്സസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളെ എടുക്കാൻ പറ്റുള്ളൂ. മർച്ചൻ്റ് നേവി ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ടെക്നോളജിയൊക്കെ ഒരു വലിയൊരു കാര്യമായിട്ട് മാറിയത് ഈ അടുത്ത കാലം കൊണ്ടാണ്. മനസ്സിലായോ? ഈ ടെക്നോളജി കടന്നു വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മിലിറ്ററി ടെക്നോളജി അല്ലെങ്കിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ സ്ലോലി ഷിപ്പിങ്ങിലേക്ക് വരുന്നു. പിന്നെ നമ്മുടെ പൊതുജനങ്ങൾക്കിടയിലേക്ക് കടന്നു വരുന്നത് എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷേ ഇതിനൊക്കെ മുമ്പ് വ്യത്യാസം വരാത്തൊരു കാര്യങ്ങളുണ്ട്. കപ്പൽ എപ്പോഴും കടലില്ല. കടൽ പ്രക്ഷുബ്ധമാകാം, കൊടുങ്കാറ്റുണ്ടാവാം. ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് എയറില്ല. അപ്പം അതിൻ്റെ എൻജിൻ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പറക്കാൻ ചിറകുകളൊന്നുമില്ല. അതുപോലെ തന്നെ മനുഷ്യരൊന്നും കടലിൽ ജീവിക്കാൻ ഡിസൈനായിട്ടുള്ള ആൾക്കാരല്ല. നമ്മൾ വെള്ളത്തിൽ പോയാൽ ലൈഫ് ജാക്കറ്റ് വേണം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ചില ബേസിക് സ്കിൽസ് എല്ലാം വേണം. നീന്തുക എന്നുള്ളതോ അങ്ങനെയുള്ളതൊന്നുമല്ല. ബേസിക് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടങ്ങൾ, നാവിഗേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പഴക്കമുള്ള ഒരു സ്കില്ലാണ്. ഒരു മനുഷ്യൻ ആദ്യമായിട്ടൊരു വിറകുള്ളിയുടെ മുകളിൽ കയറി, അല്ലെങ്കിൽ ഒരു തടിക്കഷ്ണത്തിൻ്റെ മുകളിൽ കയറി, പിന്നെ ആ തടിക്കഷ്ണത്തിന് രൂപമാറ്റം വരുത്തി, അതാണ് ആദ്യത്തെ ബോട്ട്. അത് കൈവച്ച് തുഴഞ്ഞു, പിന്നെ തുഴ വെച്ച് തുഴഞ്ഞു, പിന്നെ അതിന് പായ വിരിച്ച് കെട്ടി. അങ്ങനെയാണ് മനുഷ്യൻ കോണ്ടിനെൻറ്റ്സ് കീഴടക്കിയത്. അപ്പോൾ ഇപ്പോഴും ഷിപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു അഡ്വഞ്ചറാണ്. ഷിപ്പിങ്ങിൽ ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. പക്ഷേ നമുക്കിപ്പം മോഡേൺ യുഗത്തിൻ്റെ എല്ലാ സപ്പോർട്ട് സിസ്റ്റവും ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആർ ദെയർ, ലേറ്റസ്റ്റ് പ്രൊപ്പൽഷൻ മെത്തേഡ്സ് ആർ ദെയർ, മോണിറ്ററിങ് സിസ്റ്റംസ് ആർ ദെയർ. യു ക്യാൻ കോൾ ഹോം. നമ്മുടെ ഓരോ ഓഫീസ് ബോംബെയിലാണ്, അടുത്ത ഓഫീസ് സിംഗപ്പൂരാണ്, വേറൊരു ഓഫീസ് US-ലായിരിക്കും. എല്ലാവരുമായിട്ടും നമ്മൾ ഒരേ സമയം കോണ്ടാക്റ്റാണ്. നമുക്ക് വേണ്ട സപ്പോർട്ടെല്ലാം, ഷോർ സിസ്റ്റം സപ്പോർട്ട് കാര്യങ്ങളെല്ലാം വരും. ഇതൊക്കെ ആണെങ്കിലും നമുക്ക് വേണ്ട ചില ബേസിക് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ട്. പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത്, അല്ലെ കപ്പലിലെ ക്യാപ്റ്റൻ ബ്രിഡ്ജിൽ നിൽക്കുന്ന സമയത്ത് എതിരെ 3 ഷിപ്പുകൾ വരുന്നു, ഈ കപ്പലിൽ നിന്ന് എത്ര അകലം പാലിക്കണം എന്നുള്ളത് നമുക്ക് ChatGPT വഴി കിട്ടില്ല.
ആ കാൽക്കുലേഷനും ആ ബേസിക്സും ഒക്കെ നമ്മുടെ മനസ്സിലാവുള്ളൂ. റഡാർ സിസ്റ്റം എങ്ങനെ യൂസ് ചെയ്യണം അതൊക്കെ ഇൻസ്റ്റൻറ്റാണ്. നമ്മളൊരു ഇപ്പോൾ ടെസ്ലയൊക്കെ വന്നു, പക്ഷേ ടെസ്ലയുടെ കാര്യമല്ല, നമ്മൾ ഒരു നോർമൽ ഡ്രൈവർ ആണെങ്കിൽ നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ. ആ വണ്ടി എപ്പം ഓവർടേക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ചില കാൽക്കുലേഷൻസ് ഇല്ലേ. ഈ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല അടുത്ത ഒരു കുറേ നൂറ്റാണ്ടെന്നല്ല കുറേ പതിറ്റാണ്ടുകൾ വരെ ഇത് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് എഐക്കോ എന്തിനേലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം റിസ്ക് ഈസ് ഹ്യൂജ്, സോ മെനി ലൈഫ്സ്, പിന്നെ കാർഗോ പൊല്യൂഷൻ, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ഇതിൻ്റെയൊക്കെ റിസ്ക് ഭയങ്കരമാണ്. എന്നാലും റിസർച്ചുകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞൊരു 30 വർഷമായിട്ട് ഓട്ടോണമസ് ഷിപ്പ്, സ്വന്തമായിട്ട് ആരും ഇല്ലാതെ ഓട്ടോണമസ് ഷിപ്പ് ഇല്ലാതെ അതിൻ്റെയൊക്കെ റിസർച്ചുകളും ട്രയൽ റൺസും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഹ്യൂജ് ഇൻഡസ്ട്രിയൽ ലെവലിൽ സക്സസ് ആകാനായിട്ട് വളരെയധികം സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ആ സ്കിൽ സെറ്റ് വേണം. ഇപ്പോഴും ഹ്യൂമൻ ബീങ്സ് ആർ നോട്ട് റീപ്ലേസബിൾ ഓൺ ബോർഡ് ദ ഷിപ്പ്. ഹ്യൂമൻ സ്കിൽസ് ഇപ്പോഴും വേണം, അതും ആ സ്കിൽഡ് ആയിട്ടുള്ളവർ വേണം. അല്ല, ഇപ്പോൾ ഇവിടെ വരുന്ന ഈ ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഞാൻ ചോദിച്ച പോലെ എല്ലാ സ്റ്റുഡൻസിനും സ്കിൽ കാണുന്നില്ല. അതെ അതെ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല എല്ലാ സ്റ്റുഡൻസിനെയും 200 മാക്സിമം കപ്പാസിറ്റിയിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. താങ്ക്സ്. അത് നമ്മളുടെ ഒരു വളരെ ഒരു പ്രത്യേകതയാണത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു മെർച്ചൻ്റ് ഷിപ്പ് ക്യാപ്റ്റനാണ്. നമ്മുടെ നൗപാത്ത് അക്കാഡമിയിലാണെങ്കിൽ മുഴുവൻ ഡെക്ക് ഓഫീസേഴ്സാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. നമുക്ക് എല്ലാവരും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബാക്കി സബ്ജക്റ്റ് എക്സ്പേർട്സ് വേറെ ടീച്ചേഴ്സുണ്ട്. അപ്പോൾ റൈറ്റ് ഫ്രം റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഫ്രം എൻറോൾമെൻറ്റ്, ഒരു സ്റ്റുഡൻ്റ് ഇവിടെ എൻറോൾമെൻറ്റിന് വരുമ്പോൾ തന്നെ നമ്മൾ ആ റൈറ്റ് സ്റ്റുഡൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇങ്ങനൊരു അറിവും വിഷനും നമുക്കുള്ളത് നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ടും ഇൻഡസ്ട്രി എക്സ്പോഷറും കൊണ്ടാണ്. അപ്പം ഇതൊന്നുമില്ലാത്ത ചിലരൊക്കെ മർച്ചൻ്റ് നേവിയിൽ ജോയിൻ ചെയ്യൂ, ഒരു ഷിപ്പിൻ്റെ കമാൻഡ് ഇതുവരെ എടുത്തിട്ടില്ലാത്ത, ഒരു കപ്പലിൻ്റെ ബ്രിഡ്ജിൽ നിന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു കേഡറ്റിനെ ഇതുവരെ റിക്രൂട്ട് ചെയ്ത് ലൈഫിൽ പരിചയമില്ലാത്ത ആൾക്കാർ വരെ ഇപ്പോൾ റീൽസ് ഇറക്കിയാൽ പോരെ, ലക്ഷങ്ങൾ സമ്പാദിക്കുമെന്ന് റീൽസ് ഇറക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ, ക്രൂസ് ഷിപ്പിലെ ലൈഫ് സ്റ്റൈൽ, ആദ്യത്തെ മാസത്തെ ശമ്പളം അല്ലെങ്കിൽ ഒരു വർഷത്തെ ശമ്പളം കൊണ്ട് വാങ്ങൂ, ഇന്ന ബെൻസ് വാങ്ങിക്കൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള റീൽസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റും. അതിൽ എത്തിക്സ് ഇല്ല, ഹോണസ്റ്റി ഇല്ല. ഞങ്ങൾ ഇൻഡസ്ട്രിയിലുള്ളവരാണ്. ഞങ്ങൾ റൈറ്റ് ഫ്രം ദ റിക്രൂട്ട്മെൻറ്റ് സ്റ്റേജ് വി ഫൈൻഡ് ദ കറക്റ്റ് പേഴ്സൺ. നമ്മുടെ ജോലി അതാ. ഇവിടെ മാസ് പ്രൊഡക്ഷനുള്ള ജോലിയല്ല. നാളെ എൻ്റെ കൂടെ ബ്രിഡ്ജിൽ നിൽക്കേണ്ട കുട്ടികളാണ് ഇവർ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസേഴ്സിൻ്റെ കൂട്ടത്തിൽ. ചുരുക്കം പറഞ്ഞാൽ എല്ലാവരും എടുക്കത്തില്ല, ആവശ്യമുള്ളവരെ എടുക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ഇതൊരു അതെ, അങ്ങനെ പോകാൻ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കടന്നു വരുന്ന കുട്ടികൾ അവർക്കിപ്പോൾ അറിയില്ല, നാളെ ഒരു ക്യാപ്റ്റനാകുക അല്ലെ ചീഫ് എഞ്ചിനീയർ ആവുക എന്നുള്ള ഒരു ഐഡിയയേ അവർക്കുള്ളൂ. പക്ഷേ ഇങ്ങനെ വരുന്നവരാണ് നാളെ ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ CEO ആവുക, ഡയറക്ടർ ആവുക. കാര്യം ഷിപ്പിങ്ങിലുള്ളവരാണ് അവർ. അതാണ് ഇതിൻ്റെ ലിമിറ്റ്, അതാണ് മണി. ദാറ്റ് ഷുഡ് ബി യുവർ ഫോക്കസ്. ഈ ആട് കണ്ടിട്ടുള്ള ഫോക്കസ് ആയിരിക്കരുത്. അതുകൊണ്ട് ഞങ്ങളിവിടെ പൈസയെക്കുറിച്ച് സംസാരിക്കാറില്ല. ചില പേരൻസ് വന്നിട്ട് ചോദിക്കും, സാറേ ഇവൻ ട്രെയിനി ആയിട്ട് കയറുമ്പോൾ എത്ര രൂപ കിട്ടും? ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് വീട് പണിയാനോ പെങ്ങളെ കെട്ടിച്ചു വിടാനോ പറ്റില്ല. പക്ഷേ ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് അടുത്ത എക്സാമിന് പോകാനായിട്ടുള്ളൊരു സ്റ്റൈഫൻഡാണ്. ആ എക്സാം ഡീസൻ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പ്രൊഫഷനാണ് പഠനം. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടായിരിക്കുന്നു. സിസ്റ്റംസ്, റൂൾസ്, റെഗുലേഷൻസ് ഇതൊക്കെ മാറുന്നതിനനുസരിച്ച് ഞാൻ പഠിച്ചുകൊണ്ടായിരിക്കുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റ് 5 വർഷം കഴിയുമ്പം എക്സ്പയർ ആവും. ഞാൻ കടലിൽ പോയിട്ടില്ലെങ്കിൽ പിന്നെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാണിക്കണമോ, അല്ലെങ്കിൽ ഞാൻ ടീച്ചിങ്ങിലായിരിക്കണം, അല്ലെങ്കിൽ എനിക്കത് റിന്യൂ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ റീവാലിഡേഷൻ കോഴ്സ് എന്ന് പറഞ്ഞ വലിയ കോഴ്സുകൾ ചെയ്യണം. അപ്പോൾ കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സാണ് മെർച്ചൻ്റ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അല്ല ചില കുട്ടികൾ വിചാരിക്കുന്ന പോലെ, അല്ലെ ചിലർ പരസ്യം കൊടുക്കുന്ന പോലെ, ചുമ്മാ ചെല്ലൂ, എൻറോൾ ചെയ്യൂ, കപ്പലിൽ പോകൂ, പൈസ വാങ്ങൂ. അല്ല,
പക്ഷേ ദാറ്റ്സ് എ വണ്ടർഫുൾ പ്രൊഫഷൻ ഐ ഷുഡ് സേ. ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഒക്കെ ആയി കാണുമല്ലോ. കൊള്ളാം.